നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ഡാനിയ സന്തോഷ്. പ്രധാന വാർത്തകൾ. പരിസ്ഥിതിവാദങ്ങൾ മാറ്റി നിർത്തി തലശ്ശേരി മൈസൂർ റെയിൽവേ പാത നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ. മട്ടന്നൂർ വിമാനത്താവളത്തിലേക്ക് റെയിൽവേ ലൈന് ശ്രമിക്കുമെന്നും മന്ത്രി. പേരാവൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയേകി വിഷൻ 2025 വികസന സെമിനാർ. രാജ്യത്തിന്റെ 61ാം റിപ്പബ്ലിക് ദിനം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. പരിസ്ഥിതിവാദങ്ങൾ മാറ്റി നിർത്തി തലശ്ശേരി മൈസൂർ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പേരാവൂർ നിയോജക മണ്ഡലം വിഷൻ 2025 വികസന സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തലശ്ശേരി മൈസൂർ റെയിൽവേയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അവര് പറഞ്ഞു ഇത് ലാഭകരമല്ല എന്ന് പറയുന്നു. തലശ്ശേരി മൈസൂർ റെയിൽവേ പരിസ്ഥിതി പോകുമെന്ന് പറയുന്നു. പിന്നെ ഇത് എങ്ങനെ വരും? ഞാനെന്ന് അവരോട് പറഞ്ഞ ഉത്തരം, ഇത് വേണോ എന്ന് തീരുമാനിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ തട്ടിമാറ്റാം. ഇതേപോലെയായിരുന്നു കൊങ്കൺ റെയിൽവേ. എത്രയോ കാലമായി കൊങ്കൺ റെയിൽവേക്ക് വേണ്ടി ആവശ്യപ്പെട്ട സന്ദർഭത്തിലൊക്കെ ഇതുപോലുള്ള തടസ്സങ്ങൾ പറഞ്ഞിരുന്നു. പരിസ്ഥിതി പ്രശ്നം, വനനശീകരണം, തുരങ്കം വേണ്ടേ, ലാഭകരമാണോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് കൊങ്കൺ റെയിൽവേക്കെതിരായി എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ ജോർജ് ഫെർണാണ്ടസ് റെയിൽവേ മന്ത്രിയായിട്ടില്ലെങ്കിൽ കൊങ്കൺ റെയിൽവേ വരുമോ? അങ്ങനെയാണ് കൊങ്കൺ റെയിൽവേ വന്നത്. അപ്പൊ തടസ്സങ്ങൾ നീക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചാൽ കൊങ്കൺ റെയിൽവേ വന്നതുപോലെ തലശ്ശേരി മൈസൂർ റെയിൽവേ കൊണ്ടുവരാൻ കഴിയും. പരിസ്ഥിതിവാദങ്ങൾ മാറ്റി നിർത്തി തലശ്ശേരി മൈസൂർ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കുന്നതിന് സർക്കാർ തയ്യാറാവണമെന്ന് മന്ത്രി പറഞ്ഞു. കൊങ്കൺ റെയിൽവേയുടെ തുടക്കത്തിലും ഈ രീതിയിലുള്ള വാദങ്ങൾ ഉയർന്നിരുന്നു. ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റാണെങ്കിൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാതയ്ക്കായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ മട്ടന്നൂർ വിമാനത്താവളത്തിലേക്ക് റെയിൽവേ പാത നിർമ്മിക്കാൻ ശ്രമിക്കും. വികസന രംഗത്ത് നിലനിൽക്കുന്ന അസന്തുലിതാവസ്ഥയാണ് പ്രാദേശിക വാദങ്ങൾ ഉയർന്നു വരാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ വിമാനത്താവളം, മുമ്പ് ആളുകൾ പറയുമ്പോൾ വിമാനത്താവളം പരിഹസിക്കലായിരുന്നു കണ്ണൂർ വിമാനത്താവളം എന്നത് പറഞ്ഞാൽ. ഇബ്രാഹിം, വ്യോമ ഗതാഗത വകുപ്പ് CM ഇബ്രാഹിം, അദ്ദേഹത്തിന്റെ കയ്യിൽ ആ വകുപ്പ് കിട്ടിയിരുന്നില്ലെങ്കിൽ ഇതിന് ചിറക് തിരിക്കുമായിരുന്നു. CM ഇബ്രാഹിം എന്ന് പ്രഖ്യാപിച്ചു കണ്ണൂർ വിമാനത്താവളം. നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി VK നായനാർ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ നായനാറുള്ള സ്നേഹമസൃണമായ ബന്ധം കാരണം ഒരു ദിവസം CM ഇബ്രാഹിം പ്രഖ്യാപിച്ചു കണ്ണൂർ വിമാനത്താവളം തുടങ്ങും. അങ്ങനെയാണ് കണ്ണൂർ വിമാനത്താവളത്തിന് ചിറക് മുളച്ചത്. അതുകൊണ്ട് ഗവൺമെന്റിന് രാഷ്ട്രീയമായി ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിന് കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധിക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും? അതിന് കൂട്ടായ പരിശ്രമങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടായാൽ ഈ പ്രദേശമായിരിക്കും വലിയ തോതിലുള്ള ഭാവി വികസനത്തിന്റെ കേന്ദ്രമായിട്ട് മാറാൻ പോകുന്നത്. അങ്ങനെയുള്ള വലിയ വലിയ പദ്ധതികളൊക്കെ വരുന്ന കൂട്ടത്തിൽ വളരെ ചെറിയ കാര്യങ്ങളാണ് ഈ ടൂറിസം വകുപ്പിന് ചെയ്യാറുള്ളത്. പിന്നെ പോലീസ് വകുപ്പിന്റെ വികസന പദ്ധതിയൊന്നും ഇവിടെ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അത് പോലീസ് ഒരു വികസന വകുപ്പല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പദ്ധതികളൊന്നും ഇവിടെ പ്രഖ്യാപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാഴ്ചപ്പാടോടുകൂടി ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പിന്നോക്കാവസ്ഥക്ക് പടിപടിയായി മാറ്റങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള പേരാവൂർ മണ്ഡലം ഈ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടക്കാനിടയുള്ള ഒരു പ്രദേശമാണ്. രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ട് വികസന പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒട്ടും തന്നെ സഹായകരമല്ല. ആരോഗ്യരംഗത്ത് പേരാവൂർ മണ്ഡലത്തിൽ ഏതു തരത്തിലുള്ള വികസനവും നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആരോഗ്യമന്ത്രി PK ശ്രീമതി പറഞ്ഞു. ഇരട്ടിയിൽ പേരാവൂർ നിയോജക മണ്ഡലം വിഷൻ 2025 വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തിന്റെ 61ാം റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെയാണ് ജില്ലയിൽ ആഘോഷിച്ചത്. രാവിലെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങൾ, NCC, സ്കൌട്ട്, ഗൈഡ്സ് എന്നിവ അണിനിരുന്നു. സ്കൂളുകൾ, സംഘടനകൾ, ക്ലബ്ബുകൾ എന്നിവയുടെ നേതൃത്വത്തിലും വിവിധ പരിപാടികൾ നടന്നു. പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NCC, സ്കൌട്ട്സ് ട്രൂപ്പുകളുടെ പരേഡ് നടന്നു. പ്രധാനാധ്യാപിക ചേച്ചമ്മ കുഞ്ചെറിയ പതാക ഉയർത്തി. സ്കൂൾ ലീഡർ അഞ്ജലി, മേഘ സുധാകരൻ, PK മണി, K ഹരീന്ദ്രൻ, K അശോകൻ, KC ഷാജു, AK ഗീത, C ശൈലജ, G അനിൽകുമാർ, നായക് സഞ്ജയ്, സൈകിയ എന്നിവർ പ്രസംഗിച്ചു. നാഷണൽ എക്സ് സർവീസ്മെൻസ് കോർഡിനേഷൻ കമ്മിറ്റി ഉളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ക്യാപ്റ്റൻ KVK നായർ പതാക ഉയർത്തി. MA ജോൺ, ഗോപാലൻ നമ്പ്യാർ, KVK നായർ, വിജയൻ എന്നിവർ സംസാരിച്ചു.
ചാക്കാട് നസ്രത്തൽ ഇസ്ലാം മദ്രസ സുന്നി ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ മഹല്ല ഖത്തീഫ് മൊയ്തീൻകുട്ടി മൗലവി പതാക ഉയർത്തി. ജലീൽ മൗലവി, PK അബ്ദുള്ള, PM സിഹാബ്, PP മുസ്തഫ, ഇസ്മായിൽ മൗലവി എന്നിവർ സംസാരിച്ചു. പേരാവൂർ നിയോജക മണ്ഡലത്തിന്റെ മുഖഛായ മാറ്റുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങളുമായി വിഷൻ 2025 വികസന രൂപരേഖ തയ്യാറായി. KK ശൈലജ MLA രൂപരേഖ സമാപന സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ VK ബാലകൃഷ്ണൻ സമർപ്പിച്ചു. 19 ഉപസമിതികളായി പിരിഞ്ഞുകൊണ്ട് അവയുടെ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുകയും നല്ല പങ്കാളിത്തത്തോടുകൂടി സെമിനാറുകൾ, ഒരു ഉപസെമിനാർ എന്ന് തന്നെ പറയാം, ഈ വർക്ക്ഷോപ്പുകൾ ഓരോന്നും അങ്ങനെയായിട്ട് മാറിയിരുന്നു. ആ വർക്ക്ഷോപ്പുകളിൽ നിന്ന് സമാഹരിച്ച നിർദ്ദേശങ്ങൾ ചേർത്ത് രാവിലെ ഇവിടെ പങ്കെടുത്ത എല്ലാ പ്രതിനിധികൾക്കും ഒരു ഡ്രാഫ്റ്റ് വിതരണം ചെയ്തു. ആ ഡ്രാഫ്റ്റിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞു, അതൊരു സമഗ്രമായിട്ടുള്ള രേഖയാണ്. ഇവിടെ നിന്ന് ധാരാളം നിർദ്ദേശങ്ങൾ എഴുതി കിട്ടി. ഇതിനകത്ത് ചേർക്കാൻ വിട്ടുപോയിരുന്ന ചില മേഖലകളെ കുറിച്ച് ഒരുപാട് സൂചനകളുണ്ടായി. സഹകരണ മേഖലയെക്കുറിച്ച് കുറച്ചുകൂടി നന്നായിട്ട് പ്രതിപാദിക്കണം. രാജ്യം 61ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കണ്ണൂർ പോലീസ് മൈതാനിയിൽ മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. സ്കൂളുകൾ, സംഘടനകൾ, ക്ലബ്ബുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടന്നു. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ കനത്ത സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരുന്നത്. കാക്കയങ്ങാട് പാലാ ഗ്രാമീണ വായനശാല ആൻഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖില കേരള കബഡി മത്സരത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്ലൂരാവി കാസർഗോഡ് ജേതാക്കളായി. മത്സരത്തിൽ 6 ടീമുകളാണ് പങ്കെടുത്തത്. Number 8, Anwar, Fakru, Ashkar, Latif PCC പൊന്നാനി അനുകൂലമായി ആദ്യ റെയ്ഡോടുകൂടി മത്സരം ആരംഭിച്ചു. അബ്ദുൾ റഹ്മാന്റെ റെയ്ഡ്. ഈ മത്സരത്തിലെ ആദ്യ പോയിന്റ് അനുകൂലമായി അവരുടെ ടീം ക്യാപ്റ്റൻ കൂടിയായ സുനിൽ റെഡ്ഡി. പേരാവൂർ കലാമന്ദിർ കോളേജ് ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന കൊളാഷ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചിത്രകാരൻ വാസവൻ പയ്യാട്ടം ഉദ്ഘാടനം ചെയ്തു. ബേബി അധ്യക്ഷത വഹിച്ചു. അമർനാഥ്, ഷിജു വായന്നൂർ എന്നിവർ സംസാരിച്ചു. ഇനി അറിയിപ്പുകൾ. കേരള പട്ടികജാതി പട്ടികവർഗ ഐക്യവേദി 27 നടത്താനിരുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് ഫെബ്രുവരി 17 മാറ്റി. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ജില്ലാ ഓഫീസിൽ നിന്നും വായ്പയെടുത്ത് കാലാവധി കഴിഞ്ഞിട്ടും ബാധ്യത തീർക്കാൻ സാധിക്കാത്തവർക്കുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആനുകൂല്യം 31 വരെ ലഭിക്കും. ഫോൺ നമ്പർ 0497 2706 196. കരകൌശല വികസന വിപണന സെന്റർ ഫെബ്രുവരി 4 കണ്ണപുരത്ത് കരകൌശല തൊഴിലാളികളുടെ ശില്പശാല നടത്തുന്നു. ഫോൺ നമ്പർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിസ്ഥിതിവാദങ്ങൾ മാറ്റി നിർത്തി തലശ്ശേരി മൈസൂർ റെയിൽവേ പാത നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ. മട്ടന്നൂർ വിമാനത്താവളത്തിലേക്ക് റെയിൽവേ ലൈന് ശ്രമിക്കുമെന്നും മന്ത്രി. പേരാവൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയേകി വിഷൻ 2025 വികസന സെമിനാർ. രാജ്യത്തിന്റെ 61ാം റിപ്പബ്ലിക് ദിനം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. ഇനി എഡിറ്റോറിയൽ വോയിസ്. നമസ്കാരം.